ഫ്രം ഉറയൂർ ടു തഞ്ചാവൂർ. കാവേരി ഡെൽറ്റയിലെ ഒരു ചീഫ്ലി ഫാമിലി ആയിരുന്നു മുത്തരയ്യാർ. അവർ കാഞ്ചീപുരം ഭരിച്ചിരുന്ന പല്ലവ രാജാക്കന്മാരുടെ സാമന്താസ് ആയിരുന്നു. സാമന്താസ് എന്ന് മീൻസ് സബോർഡിനേറ്റ്സ്. അക്കാലത്ത് മിഡിൽ ഓഫ് ദി 9th century ഉറയൂർ പ്രദേശത്തിലെ ഒരു ചീഫ്ലി ഫാമിലി ആയിരുന്ന, അതായത് വലിയ പ്രഭു കുടുംബം, വലിയ സമ്പന്ന കുടുംബമായിരുന്ന ആ ഫാമിലിയിലെ വിജയാലയ എന്നയാൾ മുത്തരയ്യാറിൽ നിന്നും കാവേരി ഡെൽറ്റ പിടിച്ചെടുത്തു. കാവേരി നദീതടത്തിലുള്ള ഗ്രാമങ്ങളെല്ലാം മുത്തരയ്യാറുടെ കീഴിലായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് വിജയാലയ ഇതെല്ലാം പിടിച്ചെടുത്തത്. തുടർന്ന് വിജയാലയ അവിടെ തഞ്ചാവൂർ ടൗൺ നിർമ്മിച്ചു, ഇന്നത്തെ തഞ്ചാവൂർ. കൂടാതെ നിശുംബാസുദിനി എന്ന ഒരു ദേവീക്ഷേത്രവും പണി കഴിപ്പിച്ചു. ഇതാണ് നിശുംബാസുദിനി, തഞ്ചാവൂരിലെ നിശുംബാസുദിനി എന്ന ദേവീക്ഷേത്രം. The successors of Vijayalaya conquered neighboring regions and the kingdom grew in size and power. വിജയാലയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സക്സസേഴ്സ്, പിൻഗാമികൾ, ആ രാജ്യം വളരെ വിസ്തൃതി കൂട്ടിയും നല്ല പവർഫുള്ളും ആക്കി തീർത്തു. അയൽ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാജ്യവിസ്തൃതി കൂട്ടി. പാണ്ഡ്യൻ ആൻഡ് പല്ലവ രാജാക്കന്മാരുടെ സൗത്തിലെയും നോർത്തിലെയും പ്രദേശങ്ങളൊക്കെ തന്നെയും അവർ പിടിച്ചെടുത്ത് തങ്ങളുടെ രാജ്യവിസ്തൃതി കൂട്ടി ഭരണം നടത്തി. രാജരാജ ചോള കൺസിഡേർഡ് ദ മോസ്റ്റ് പവർഫുൾ ചോള റൂളർ. ചോള സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കിങ്ങാണ് രാജരാജ ചോള. ഹി ബിക്കേം കിങ് ഇൻ 985 ആൻഡ് എക്സ്പെൻഡഡ് കൺട്രോൾ ഓവർ മോസ്റ്റ് ഓഫ് ദീസ് ഏരിയാസ്. He also recognized the administration of the empire. രാജരാജ രാജേന്ദ്ര ചോളൻ അദ്ദേഹവും അച്ഛൻ്റെ പോളിസീസ് പിന്തുടരുക തന്നെ ചെയ്തു. ഗംഗ വാലി, ശ്രീലങ്ക ആൻഡ് കൺട്രീസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവയൊക്കെ പിടിച്ചെടുത്തു. ഹി ഡെവലപ്ഡ് എ നേവി ഫോർ ദ എക്സ്പെഡിഷൻ. ഇതിനായിട്ട് വലിയൊരു നാവികസേന തന്നെ രൂപീകരിച്ചു. സ്പ്ലെൻഡിഡ് ടെമ്പിൾസ് ആൻഡ് ബ്രോൺസ് സ്കൾപ്ചർ. തഞ്ചാവൂർ, ഗംഗൈകൊണ്ട ചോളപുരം എന്നിവിടങ്ങളിൽ രാജരാജ ചോളനും മകൻ രാജേന്ദ്ര ചോളനും വലിയ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു. ധാരാളം ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെയും ആർക്കിടെക്ചറൽ, അതായത് വാസ്തുവിദ്യയിലും സ്കൾപ്ചറൽ മാർവൽസ്, അത്ഭുതകരമായ രീതിയിലുള്ള ശില്പനിർമ്മാണങ്ങളോട് കൂടിയതും ഒക്കെ ആയിരുന്നു അതിനകത്ത്. ഒരുപാട് തൂണുകൾ, കൽപ്രതിമകൾ. ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം, നിറയെ ഈ ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരുന്നു അവ. ചോള ടെമ്പിൾസ് ഓഫൺ ബിക്കം ദ ന്യൂക്ലിയർ ഓഫ് സെറ്റിൽമെൻറ്റ് വിച്ച് ഗ്രൂ അറൗണ്ട് ദ. ക്ഷേത്രങ്ങൾക്ക് ചുറ്റും സെറ്റിൽമെൻറ്റ്സ് രൂപം കൊണ്ടു. അതായത് ക്ഷേത്രങ്ങൾ പണിയുന്നതിനും ക്ഷേത്രങ്ങൾക്കകത്തുള്ള കാര്യങ്ങളും പൂജ ചെയ്യുന്നതും അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്നവരെല്ലാം തന്നെയും ആ ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് അവിടെ രൂപം കൊണ്ടു. ദീസ് വെയർ സെൻറ്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി റൂളേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ഭൂമിയുള്ള ആൾക്കാരും ഭൂമി നൽകിയിരുന്നു. ക്ഷേത്രങ്ങൾക്കെന്ന് പറയുമ്പോൾ എല്ലാവരും ഭൂമി നൽകിയിരുന്നു. ഈ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും താമസിച്ചിരുന്നവർ ക്ഷേത്രങ്ങളിൽ തന്നെ വർക്ക് ചെയ്ത് ജീവിച്ചു പോന്നു. അതായത് പ്രീസ്റ്റ്, ക്ഷേത്ര പൂജാരിമാർ, അവരുടെ അസിസ്റ്റൻറ്റേഴ്സ്, പിന്നെ ഗാർലൻഡ് മേക്കേഴ്സ്, ഈ പൂമാലയൊക്കെ കെട്ടിക്കൊടുക്കത്തില്ലേ, അതൊക്കെ. പിന്നെ കുക്സ്, ക്ഷേത്രത്തിൽ പാചകം ചെയ്യുന്നവർ, സ്വീപ്പേഴ്സ്, മ്യൂസീഷ്യൻസ്, ഡാൻസേഴ്സ്, എക്സെട്ര. ഇൻ അതർ വേർഡ്സ്, ടെമ്പിൾസ് വെർ നോട്ട് ഓൺലി പ്ലേസ് ഓഫ് വർഷിപ്പ്, they were the hub of economic, social and cultural life as well. ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണല്ലേ. ആരാധനാലയങ്ങളിൽ, പള്ളിയായാലും അമ്പലങ്ങളിലായാലും ഒക്കെ ഒരുപാട് ജോലി ചെയ്യുന്നവരെല്ലാം അതിന് ചുറ്റുമായിരിക്കും താമസിക്കുന്നത് അല്ലേ. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഉപജീവന മാർഗം നേടിത്തരുന്ന ഒന്നുകൂടിയാണ്. അതായത് വർഷിപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല ആരാധനാലയങ്ങൾ, ഉപജീവന മാർഗത്തിനും കൂടി ഉള്ളതായിരുന്നു. ക്ഷേത്രങ്ങൾ കരകൗശലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെങ്കിലും ബ്രോൺസ് പ്രതിമകൾ, ബ്രോൺസ് മീൻസ് വെങ്കലം കൊണ്ടുള്ള പ്രതിമകൾ വളരെ സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. അതിലും ചോള ബ്രോൺസ് ഇമേജസ് ആർ കൺസിഡേർഡ് എമംഗ്സ് ദ ഫൈനസ്റ്റ്
ഇൻ ദ വേൾഡ്. അത്രയ്ക്കും കെയർഫുള്ളായിട്ടാണ് ഓരോ പ്രതിമകളും ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് മാത്രമല്ല, ഡിവോട്ടീസ് അതായത് ഭക്തരുടെ സ്റ്റാച്യൂസും നിർമ്മിച്ചിരുന്നു. ഇപ്പോഴും തഞ്ചാവൂർ, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോളന്മാർ ഭരിച്ചിരുന്ന ഭാഗങ്ങളിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അതിമനോഹരമായ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. Many of the achievements of the Cholas were made possible through new developments in agriculture. Look this map. കാവേരി റിവർ ഒഴുകി, അതായത് ആ ചോളാസ് എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ അതുവഴി ഇങ്ങനെ ഒഴുകി വന്ന് ഗംഗൈകൊണ്ട ചോളപുരം, ഉറയൂർ, തഞ്ചാവൂർ ആ ഭാഗങ്ങളിലൂടെ വന്ന് തഞ്ചാവൂർ അതുവഴി വന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ചെറിയ ബ്രാഞ്ചസായി, ചാനൽസായി ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുകയാണ്. ഈ ചാനൽസ് ഓവർഫ്ലോ ചെയ്യുമ്പോൾ, അതായത് കരകവിഞ്ഞൊഴുകുമ്പോൾ നല്ല ഫെർട്ടിലായിട്ടുള്ള സോയിൽസ് തീരങ്ങളിൽ അടിയുന്നു. ഈ ഫലപുഷ്ടിയുള്ള മണ്ണും നനവും ഒക്കെയാണ് അഗ്രികൾച്ചറിന് വളരെ പ്രധാനപ്പെട്ടത്. പർട്ടിക്കുലർലി ദ കൾട്ടിവേഷൻ ഓഫ് റൈസ്. ഓൾത്തോ അഗ്രികൾച്ചർ ഹാഡ് ഡെവലപ്ഡ് ഏർലി ഇൻ ദ അതർ പാർട്സ് ഓഫ് തമിഴ്നാടു. ഇപ്പോഴും അതെ, തമിഴ്നാടു എന്ന് പറയുന്നത് തന്നെ അഗ്രികൾച്ചറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാടാണ്. 5th സെഞ്ച്വറിയിലോ 6th സെഞ്ച്വറിയിലോ ആണ് ലാർജ് സ്കെയിലിൽ കൾട്ടിവേഷൻ തുടങ്ങി. അതിനായി ഫോറസ്റ്റ് വെട്ടിത്തെളിച്ചും ലാൻഡുകൾ നിരപ്പാക്കിയും അവർ കൃഷി ചെയ്തു. ഡെൽറ്റ റീജിയൻസിൽ വെള്ളപ്പൊക്കം തടയുന്നതിനായിട്ട് എംബാക്ക്മെൻറ്റ്സ് അതായത് അണ കെട്ടുകയും കനാൽസ് നിർമ്മിച്ച് വെള്ളം കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എല്ലാ വർഷവും 2 crops വരെ അവർ വിളയിച്ചിരുന്നു ഈ പാടങ്ങളിൽ. എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് വെയർ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഇറിഗേഷന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള മെത്തേഡ്സ് അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്നു. ഇൻ സം ഏരിയാസ് വെൽസ് വെയർ ഡഗ്. കിണറുകൾ കുഴിച്ചു. ഇൻ അതർ പ്ലേസസ് ഹ്യൂജ് ടാങ്ക്സ് വെയർ കൺസ്ട്രക്റ്റഡ് ടു കളക്ട് റെയിൻ വാട്ടർ മഴവെള്ളം സംഭരിച്ച് കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നതിനായി വലിയ വലിയ ടാങ്കുകൾ നിർമ്മിച്ചു. ഇങ്ങനെ ഇറിഗേഷൻ വർക്ക്സിനായിട്ട് നല്ല രീതിയിലുള്ള പ്ലാനിംഗ് അവർ നടത്തിയിരുന്നു. ഓർഗനൈസിങ് ലേബർ ആൻഡ് റിസോഴ്സസ്. തൊഴിലാളികൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതിന് തൊഴിലാളികൾ ആവശ്യമാണ്. ഇതിനെ നിർമ്മിക്കാൻ വരുമാനം ആവശ്യമാണ്, റിസോഴ്സസ് വേണം. പിന്നെ മെയിൻ്റനൻസ്, പിന്നെ വാട്ടർ എങ്ങനെ ഷെയർ ചെയ്യണം ഇതൊക്കെ നോക്കി നടത്തുന്നതിന് നല്ലൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇതിനൊക്കെ റൂളേഴ്സും അന്നത്തെ ആ ചോള ഭരണാധികാരികളും അതുപോലെ തന്നെ പീപ്പിൾസ് ജനങ്ങളും ആക്റ്റീവായി തന്നെ കൃഷിക്കും ജലസേചനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു പോന്നു. ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എംപയർ. ഇനി ഭരണം നടത്തിയിരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹൗ വാസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസ്ഡ്? ഗ്രാമീണർ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ ഊർ എന്നാണ് വിളിച്ചിരുന്നത്. ഊർ ബിക്കം പ്രോസ്പെറസ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് അഗ്രികൾച്ചർ. ഗ്രൂപ്പ്സ് ഓഫ് സച്ച് വില്ലേജസ് ഫോംഡ് ലാർജ് യൂണിറ്റ്സ് കോൾഡ് നാട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വില്ലേജസ് ചേർന്ന് അതിനെ നാടെന്നാണ് ആ ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുന്നത്. ഇങ്ങനെ ഓരോ വില്ലേജും, അതായത് ഊരും ഓർ വില്ലേജ് കൗൺസിൽ ഗ്രാമസഭ, നാടും ചേർന്നാണ് അഡ്മിനിസ്ട്രേഷൻ ഭരണം നിർവഹിച്ചിരുന്നത്. ടാക്സ് കളക്ട് ചെയ്യുക, പിന്നെ ജസ്റ്റിസ് നീതി നടപ്പാക്കുക, എക്സെട്ര. വെള്ളാള സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അന്നത്തെ റിച്ച് പീസൻസ്. അവർക്കായിരുന്നു നാടുകളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഫുൾ കൺട്രോൾ. ചോള കിങ്സ് ഗേവ് സം റിച്ച് ലാൻഡ് ലോഡ് ടൈറ്റിൽസ്. ചോള രാജാക്കന്മാർ കുറച്ച് വലിയ പേരുകൾ തന്നെ ആ ലാൻഡ് ഓണേഴ്സിന് നൽകിയിരുന്നു. ആ സ്ഥാനപ്പേരുകൾ മൂവാണ്ടവേലൻ, അരയ്യാർ, എക്സെട്ര. മൂവാണ്ടവേലൻ എന്ന് പറയുന്നത് പീസൻ സെർവിങ് 3 kings എന്നാണ് അർത്ഥം. അരയ്യാർ മീൻസ് ചീഫ്. ഇങ്ങനെ വലിയ സ്ഥാനപ്പേരുകൾ നൽകി അവരെ അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്ത് ഇരുത്തിയിരുന്നു.
ടൈപ്സ് ഓഫ് ലാൻഡ്. ചോള ഇൻസ്ക്രിപ്ഷൻസ് മെൻഷൻ സെവറൽ കാറ്റഗറീസ് ഓഫ് ലാൻഡ്. ചോളന്മാരുടെ എഴുത്തുകുത്തുകളിൽ ഇൻസ്ക്രിപ്ഷനിൽ പലതരം ലാൻഡ് അവർ നൽകിയിരുന്ന ലാൻഡിന് ഓരോ പേരുകൾ നൽകിയിരുന്നു. ഫസ്റ്റ് വൺ, വെല്ലൻ വകൈ, ലാൻഡ് ഓഫ് നൺ ബ്രാഹ്മണ പീസൻറ്റ് പ്രോപ്പർട്ടീസ്. അതായത് ബ്രാഹ്മണർ അല്ലാത്തവർക്ക് വേണ്ടി നൽകുന്ന ഭൂമിയെയാണ് വെല്ലൻ വകൈ എന്ന് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ, ബ്രഹ്മദേയ, ലാൻഡ് ഗിഫ്റ്റഡ് ടു ബ്രാഹ്മണാസ്. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന ഭൂമിയെയാണ് ബ്രഹ്മദേയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ശലഭോഗ, ലാൻഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എ സ്കൂൾ. സ്കൂളിന് വേണ്ടി നൽകുന്ന ലാൻഡിനെ ശലഭോഗ എന്ന് പറയുന്നു. ദേവധന, തിരുനാമട്ടുകണി, ലാൻഡ് ഗിഫ്റ്റഡ് ടു ടെമ്പിൾസ്. ടെമ്പിൾസിന് വേണ്ടി നൽകുന്ന ഭൂമി. ദെൻ പള്ളിച്ചന്ത, ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻ, ജൈന മതക്കാരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഭൂമിയെയാണ് പള്ളിച്ചന്തം എന്ന് പറയുന്നത്. ബ്രാഹ്മണർക്ക് നൽകിയിരുന്ന ഭൂമിയാണ് ബ്രഹ്മദേയ എന്ന് പറഞ്ഞു. അവിടെ ബ്രാഹ്മണർ ഒരുമിച്ചു വലിയ വിഭാഗങ്ങളായി താമസിക്കുകയും ചെയ്തു. ഈച്ച് ബ്രഹ്മദേയ വാസ് ലുക്ഡ് ആഫ്റ്റർ ആൻ അസംബ്ലി ഓർ സഭ ഓഫ് പ്രോമിനൻറ്റ് ബ്രാഹ്മണ ലാൻഡ് ഹോൾഡേഴ്സ്. ഓരോ ബ്രഹ്മദേയവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ബ്രാഹ്മണ ജന്മിമാരുടെ കീഴിലായിരുന്നു. നീതി നടപ്പാക്കുന്ന സഭ ഓർ അസംബ്ലി ഒക്കെ ബ്രഹ്മദേയയിൽ തന്നെയായിരുന്നു. Their decisions were recorded in details in inscriptions, often on the stone walls of the temples. അതായത് സഭയുടെ തീരുമാനങ്ങൾ. സഭ മീൻസ് ഈ ബ്രഹ്മദേയയിൽ തന്നെ ബ്രാഹ്മണരുടെ ഒരു കൂട്ടമായി താമസിക്കുകയും അവിടെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. അവിടെ ഒരു ബ്രാഹ്മണ തലവനുണ്ടാകും, അനുയായികളുണ്ടാവും. അവർ തന്നെയാണ് അവിടുത്തെ നീതി നടപ്പാക്കുന്നതും കാര്യങ്ങൾ നോക്കി നടത്തുന്നതും ഒക്കെ. ഇതെല്ലാം തന്നെ എന്തെങ്കിലും അവരുടെ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പിൾസിൻ്റെ സ്റ്റോൺ വാളിൽ കല്ലുകൊണ്ടുള്ള വാൾസിലെല്ലാം അത് കൊത്തിവെക്കാറുണ്ട്. ബ്രഹ്മദേയയിൽ ബ്രാഹ്മണർ നീതി നടപ്പാക്കുകയും കാര്യങ്ങൾ നിർവഹിച്ച് അഡ്മിനിസ്ട്രേഷൻ നടത്തിപ്പോരുകയും ചെയ്തതുപോലെ ട്രേഡേഴ്സ്, അസോസിയേഷൻ ഓഫ് ട്രേഡേഴ്സ്, അവരെ നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ടൗണിലെ അഡ്മിനിസ്ട്രേഷനാണ് നോക്കി നടത്തിയിരുന്നത്. തമിഴ്നാടുവിലെ ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലെ ഉത്തരമേരൂരിൽ നിന്നുള്ള ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ഈ സഭകളുടെയൊക്കെ ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഈ സഭകളിലെ ഓരോ ജോലികളിലെ, അതായത് ഇറിഗേഷൻ വർക്ക്സ്, ഗാർഡൻ നോക്കി നടത്തുന്ന ആൾ, ടെമ്പിൾസിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾ, ഇതിനൊക്കെ നല്ല എലിജിബിളായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അന്ന് ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു. ടെസ്റ്റ് മീൻസ് ഒരു തിരഞ്ഞെടുപ്പ്. എങ്ങനെയാണത്? അതായത് ഈ നല്ല എലിജിബിളായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ എഴുതിയ പാം ലീവ്സ് അന്ന് പനയോലയിലാണ് എഴുതുന്നത്. പനയോലയിൽ എഴുതി അതൊരു മൺകുടത്തിലിട്ട് ഒരു കൊച്ചു കുട്ടിയെ, ഒരു യങ് ബോയിയെ കൊണ്ട് അവർ എടുപ്പിക്കും. ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും നിയമനം, ഈ ഓരോ പോസ്റ്റിൻ്റെയും നിയമനം നടത്തിയിരുന്നത്. ഒരു സഭയിൽ അംഗമാകുന്നതിന് ഒരാൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് തമിഴ്നാടുവിലെ ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലുള്ള ഉത്തരമേരൂരിൽ അവിടുത്തെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വാളിഫിക്കേഷൻസ് എന്ന് നോക്കാം. ഹൂ കുഡ് ബി എ മെമ്പർ ഓഫ് എ സഭ? ഫസ്റ്റ് വൺ, ഓൾ ദോസ് ഹൂ വിഷ് ടു ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ സഭ ഷുഡ് ബി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ഫ്രം വിച്ച് ലാൻഡ് റവന്യൂ ഈസ് കളക്റ്റഡ്. അതായത് സഭയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേരിൽ സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണം, ലാൻഡ് റവന്യൂ ഒക്കെ കൃത്യമായി അടയ്ക്കുന്ന ആളും ആയിരിക്കണം. സെക്കൻഡ് വൺ, ദേ ഷുഡ് ഹാവ് ദെയർ ഓൺ ഹോംസ്, സ്വന്തമായി വീടുണ്ടായിരിക്കണം. ദേ ഷുഡ് ബി ബിറ്റ്വീൻ 35 and 70 years ഓഫ് ഏജ്. 35 ഇയേഴ്സിനും 70 ഇയേഴ്സിനും ഇടയിലായിരിക്കണം പ്രായം. ദേ ഷുഡ് ഹാവ് നോളേജ് ഓഫ് ദ വേദാസ്, വേദങ്ങൾ അറിഞ്ഞിരിക്കണം. ദേ ഷുഡ് ബി വെൽ വേഴ്സ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് ഓണസ്റ്റ്. അതായത് ഭരണകാര്യങ്ങളിലൊക്കെ അറിവുണ്ടാവണം. എങ്ങനെയാണ് ഭരണം നടത്തുന്നതും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് എല്ലാം
കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. ഇഫ് എനിവൺ ഹാസ് ബീൻ എ മെമ്പർ ഓഫ് എനി കമ്മിറ്റി ഇൻ ദ ലാസ്റ്റ് 3 years, he cannot become എ മെമ്പർ ഓഫ് അനദർ കമ്മിറ്റി. കഴിഞ്ഞ 3 വർഷങ്ങളിൽ മറ്റേതെങ്കിലും സഭയിൽ അംഗമായവർക്ക് പിന്നെ ഒരു സഭയിലും അംഗമാകാൻ കഴിയില്ല, ഈ സഭയിൽ അംഗമാകാൻ കഴിയില്ല. എനിവൺ ഹു ഹാസ് നോട്ട് സബ്മിറ്റഡ് ഹിസ് അക്കൗണ്ട്സ് ആൻഡ് ദോസ് ഓഫ് ഹിസ് റിലേറ്റീവ്സ് cannot contest the elections. ഇലക്ഷന് നിൽക്കുന്ന ആളോ അയാളുടെ റിലേറ്റീവ്സോ ടാക്സുകളോ അക്കൗണ്ട്സോ ഒന്നും പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾക്കും ഇലക്ഷനിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് അന്നത്തെ സഭയിൽ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് അവർ എഴുതി വച്ചിരുന്നത്. ഓക്കെ ചിൽഡ്രൻ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ ന്യൂ കിങ്സ് ആൻഡ് കിങ്ഡംസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ നോട്ട് കൂടിയുണ്ട്. നമ്മളപ്പോൾ 7th സെഞ്ച്വറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. പുതിയ രാജാക്കന്മാരും രാജധാനികളും എല്ലാം ഉത്ഭവിച്ചതിൻ്റെ ഒരു സ്റ്റോറീസാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. നെക്സ്റ്റ്, ആ സമയത്ത് ചൈനയിൽ ടാങ് ഡൈനാസ്റ്റിയാണ് ഭരിച്ചിരുന്നത്. ഏകദേശം 300 years ഫ്രം 7th to the 10th century, 7ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ. ഈ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലായ സിയാൻ ലോകത്തെ തന്നെ ഒരു വലിയ സിറ്റി ആയിരുന്നു. ടർക്കീസ്, ഇറാനിയൻസ്, ഇന്ത്യൻസ്, ജാപ്പനീസ്, കൊറിയൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ, അതായത് സഞ്ചാരികളൊക്കെ സിയാൻ സന്ദർശിച്ചിരുന്നു. ഈ സിയാൻ ബ്യൂറോക്രസി, അതായത് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഒരു എക്സാമിനേഷനിൽ കൂടിയായിരുന്നു. നമ്മുടെ ഇവിടെ ചോള ഭരണകാലത്ത് ഒരു മൺകുടത്തിൽ പാം ലീവ്സിൽ എഴുതിയിട്ട് എടുക്കുന്നത് പോലെ അവിടെ ഒരു എക്സാമിനേഷനിൽ കൂടിയാണ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്തിരുന്നത്. ഈ എക്സാമിനേഷനിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്നതായിരുന്നു പ്രത്യേകത. 1911 വരെയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുപ്പ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അവർ അതിൽ വരുത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.